അങ്ങനെ ചില ഓൺലൈൻ വാർത്തകൾ വന്നതായിട്ട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ രാവിലെ CM-ൻ്റെ അപ്പോയിൻമെൻറ്റ് ആയതുകൊണ്ടും ഓഫീസിൽ ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഡീറ്റെയിലേക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ചില വാർത്തകൾ ഒന്നും പറയുന്നത് കേട്ടു. എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. ഏത് വിധത്തിലാണ് അവരെ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെയോ പഠിപ്പിറ്റിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച മുഖം ആർ ശ്രീലേഖയുടേതായിരുന്നു. അങ്ങനെയാണ് BJP അധികാരത്തിലെത്തിയതെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വാർത്ത കേട്ടില്ലെന്ന് പറയുമ്പോൾ അലക്സ് വിറ്റാൽ ഓരോ അക്ഷരം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലേഖയായിരുന്നു മുഖം, BJP അവതരിപ്പിച്ച മുഖം അവരായിരുന്നു. ആ ഓൺലൈനിൽ പറയുന്ന വാർത്ത ഞങ്ങൾ കേട്ടില്ല. ആ വാർത്ത കേൾക്കാതെ എങ്ങനെയാണ് ഞാൻ അതിൽ ഓരോ കാര്യം ഞാൻ ആ വാർത്ത കേട്ടിട്ട് വീണ്ടും നമ്മൾ കാണുമല്ലോ. പാർട്ടിയുടെ സിസ്റ്റം അതാണോ? മേയറാക്കാൻ, നിങ്ങളെ നേരത്തെ മേയറാക്കാമെന്ന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണോ പാർട്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങുക? അങ്ങനെ പറയുന്ന ഓൺലൈൻ വാർത്ത ഞാൻ കേട്ടതിന് ശേഷം നമ്മൾ ഇന്നോ നാളെയൊക്കെ തന്നെ വീണ്ടും കാണുമല്ലോ. അല്ല, കോർപ്പറേഷൻ്റെ ഭരണം കഴിഞ്ഞ 7-8 ദിവസമായിട്ടുള്ള ഭരണകാര്യങ്ങൾ, അതിലുള്ള ഇടപെടലുകൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ശ്രീലേഖ ചേച്ചി ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന്, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന് അടുത്ത കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഡെപ്യൂട്ടി മേയർ വളരെ ആക്റ്റീവാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പരമാവധി 7 ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് ഏതൊക്കെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ. BJP മേയർ PB രാജേഷ്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, സംസാരിക്കുകയായിരുന്നു. ശ്രീലേഖയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദത്തിൽ താൻ ഇപ്പോൾ കാര്യങ്ങൾ പറയാൻ ഇല്ല, കാര്യങ്ങൾ പഠിച്ച ശേഷം മറുപടി പറയാം എന്ന നിലപാടാണ് രാജേഷിനുള്ളത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആർ ശ്രീലേഖയെ അവതരിപ്പിച്ചത് BJP അവതരിപ്പിച്ചത് മത്സരിക്കുമ്പോൾ പറഞ്ഞത് BJP മേയർ സ്ഥാനാർത്ഥിയായി, തിരുവനന്തപുരത്തിന് മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് പ്രചരിപ്പിച്ചിരുന്നത്. തന്നോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നത് അറിയില്ല. അവസാന നിമിഷമാണ് VV രാജേഷ് മേയറായി എത്തുന്ന കാര്യം താൻ അറിഞ്ഞത് എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. ഇക്കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും അതൃപ്തി പ്രകടിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാന നേതൃത്വമായി ഒന്നും ചർച്ച ചെയ്യാനൊന്നുമില്ല. BJPക്ക് സ്ഥാനാർത്ഥികൾ ആരൊക്കെ വന്നാലും അവർക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് താൻ ഉണ്ടാകും എന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആർ ശ്രീലേഖയെ BJP അവതരിപ്പിച്ചത് തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലായിരുന്നു. തന്നെയും അറിയിച്ചിരുന്നത് അതുതന്നെയാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞതിന്റെ കാരണങ്ങൾ അറിയില്ല എന്നാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമത്തിലൂടെ പുറത്തു വന്ന ഈ വാർത്തയോട് ഇപ്പോൾ പ്രതികരിക്കാനില്ല, കാര്യങ്ങൾ പഠിച്ച ശേഷം പ്രതികരിക്കാം എന്നതാണ് കേരളത്തിലെ ആദ്യത്തെ BJP മേയർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.